ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അഥവാ നിശേഷഹരണ പരിശോധനയാണ്. അതായത് നിശേഷഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ ആൻസറായിട്ട്, അതിൻ്റെ ശിഷ്ടമായിട്ട് നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ അതൊരു നിശേഷഹരണമാണ് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഇതിപ്പോൾ ഒരു നിശേഷഹരണമാണ്. ഈ സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം എന്താ കിട്ടിയത്? 0 കിട്ടി. അപ്പോൾ ഇതൊരു നിശേഷഹരണമാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഓരോ സംഖ്യകളെയും നമ്മൾ എടുത്ത് ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അവസാനം 0 കിട്ടും. ഈ 0 കിട്ടുന്ന എല്ലാ ക്രിയകളും എന്താണ്? അത് നിശേഷഹരണമാണ്. എന്നാൽ ചിലതെല്ലാം നിശേഷഹരണമല്ലാതെ നമുക്ക് ശിഷ്ടം 1 കിട്ടുന്നതും 2 കിട്ടുന്നതും 1 കിട്ടുന്നതും ഒക്കെ ഉണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ കിട്ടിയിട്ട് ഒരു സംഖ്യ പെട്ടെന്ന് കിട്ടുകയാണ്. ഒരു സംഖ്യ ഒരു 4 ഇങ്ങനൊരു വലിയൊരു സംഖ്യ നിങ്ങൾക്ക് കിട്ടി. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് 2 കൊണ്ട് നിശേഷഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ക്രിയ ചെയ്യാതെ ഇത് കണ്ടെത്താൻ സാധിക്കണം, വേണ്ടേ? അപ്പം അതിനുള്ള ടെക്നിക്കുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പോകുന്ന സംഖ്യകൾ, ഇത് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? മറ്റൊന്നും വേണ്ട, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളാണോ എന്ന് അറിയാൻ സംഖ്യകളുടെ അവസാനം എന്താണ്? 0, 2, 4, 6, 8 എന്നിവ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്തതായി 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണോ എന്ന് അറിയാൻ വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഒരു സംഖ്യ കിട്ടിയാൽ ആ സംഖ്യയുടെ തുക 7 + 3 + 1 + 2 + 4 + 3 + 1 ഈ സംഖ്യകളെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ഇത് 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. 21 3ന്റെ ഗുണിതമാണോ? ആണ്. അപ്പോൾ ഈ എത്ര വലിയ സംഖ്യയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. 4ന്റെ നിശേഷഹരണം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 സംഖ്യകൾ, അല്ലേ? ഏത് സംഖ്യ നമുക്ക് തന്നാലും അവസാനം വരുന്ന 2 സംഖ്യകൾ ഒന്നെങ്കിൽ 4ന്റെ ഗുണനമായിരിക്കണം, അല്ലെങ്കിൽ 2 സംഖ്യകൾ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ നമുക്ക് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എന്ത്? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് 5ന്റെ നിശേഷഹരണ സംഖ്യകൾ കണ്ടെത്താനുള്ള സൂത്രം എന്താണ്? 5ൻ്റെത് വളരെ എളുപ്പമാണ്. മറ്റൊന്നുമല്ല, അവസാനത്തെ അക്കം ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഇത് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് എന്ന്. ഇപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടുമുള്ള നിശേഷഹരണങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? ഇനി 7 കൊണ്ടുള്ള നിശേഷഹരണം, അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 7 കൊണ്ടുള്ളത്. അതായത് 7 കൊണ്ട് നമ്മൾ നിശേഷഹരണം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സംഖ്യ നമ്മൾ 38, 36 എന്ന സംഖ്യ നമുക്ക് തന്നാൽ ഇതിൻ്റെ അവസാനത്തെ സംഖ്യ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ അവസാന സംഖ്യയുടെ ഇരട്ടി സംഖ്യ നമ്മൾ എടുക്കുക. 7 കൊണ്ടുള്ള നിശേഷഹരണമാണ്. അതായത് ഇതിൻ്റെ 38 3 മൈനസ് ഈ 6ൻ്റെ ഇരട്ടി 12, അല്ലേ? 12ൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തുക. എത്രയാണ്? 371. ഇനി ഈ 371 എന്നതിലെ ഈ 1 ലാസ്റ്റ് സംഖ്യ 1 അല്ലേ? ഈ 1ൻ്റെ ഇരട്ടി എടുക്കുക 2. ഓക്കെ, ഈ 2ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 35. അങ്ങനെ ഈ 35 ലാസ്റ്റ് 2 അക്ക സംഖ്യ കിട്ടിയില്ലേ? ഈ 35. അപ്പോൾ ഈ 35 7ൻ്റെ ഗുണിതമാണോ എന്ന് നമുക്ക് നോക്കാം. 7 5 35
അപ്പോൾ 7ന്റെ ഗുണനമാണ്. അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കാം. നമുക്ക് ഏതൊരു സംഖ്യ കിട്ടിയാലും അതിൻ്റെ അവസാനത്തെ അക്കം എടുക്കുക, അതിൻ്റെ ഇരട്ടി കൊണ്ട് ഈ ബാക്കി അക്കങ്ങളെ മൈനസ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെയും ലാസ്റ്റത്തെ അക്കത്തിൻ്റെ ഇരട്ടി എടുത്ത് ബാക്കി വരുന്ന ഈ 2 അക്കങ്ങളെയും മൈനസ് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന 2 അക്ക സംഖ്യ, ആ 2 അക്ക സംഖ്യ നമ്മുടെ 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. അപ്പോൾ 7ന്റെ ഗുണിതമാണെങ്കിൽ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ആ വലിയ സംഖ്യ 7ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. 9ന്റെ നിശേഷ ഹരണ പരിശോധന കണ്ടെത്താൻ വളരെ സുഖമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ കൂട്ടുക. 3ന്റെ നിശേഷ ഹരണ പരിശോധന പോലെ തന്നെയാണ് 9ന്റെ നിശേഷ ഹരണ പരിശോധനയും. അതായത് 3 + 2 + 2 + 6 + 0 + 5 ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 18 എന്ന് ആൻസർ കിട്ടുന്നു. ഈ 18 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണ് എങ്കിൽ ഈ സംഖ്യ എന്താണ്, 9ന്റെ നിശേഷ ഹരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 0 കൊണ്ടുള്ള നിശേഷ ഹരണം വളരെ സുഖമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ അവസാനത്തെ സംഖ്യ 0 ആയാൽ മതി. ഈ നമ്മൾക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ അവസാന സംഖ്യ 0 ആയാൽ അത് 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണെന്ന് നമുക്ക് ഉറപ്പാക്കാം. 11ന്റെ ഗുണിതം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണ്. അതായത് നമുക്ക് ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നിടവിട്ട സംഖ്യകൾ എന്ത് ചെയ്യുക, നമ്മൾ കൂട്ടുക. ഒന്നിടവിട്ട സംഖ്യകൾ കൂട്ടുക. 5, 9, 3 അല്ലേ, കൂട്ടി അതിൻ്റെ ഉത്തരം. പിന്നെ 7, 6, 4 അതിൻ്റെ ഉത്തരം തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ ഇടവിട്ട സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക. ഇടവിട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഈ സമയത്ത് കിട്ടുന്ന ആൻസർ നമുക്ക് എന്തായിരിക്കും? ഇപ്പം 2, 4, 1, 1 നമുക്ക് 8 എന്ന ആൻസർ കിട്ടി. പിന്നെയോ 8, 6, 5 കൂട്ടുമ്പോൾ നമുക്ക് 19 എന്ന ആൻസറും കിട്ടി. ഇങ്ങനെ കിട്ടുന്ന തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 11 എന്ന ആൻസർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളോ നമുക്ക് ഉത്തരമായി കിട്ടിയാൽ എന്ത് അനുമാനിക്കാം? ഇവ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പിക്കാം.